ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സർക്കിളിൻ്റെ തന്നെ ഇപ്പോൾ സെൻറ്റർ റേഡിയസ് എന്നുള്ളൊരു ഓപ്ഷനും അതുപോലെ സെൻറ്റർ ഡയമീറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം എന്നുള്ള കാര്യങ്ങളായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ലൈൻ വരച്ചിട്ടേക്കുവാണെന്ന് വെച്ചോ. ഞാനിവിടെ ഒരു 50 ലെങ്ത് ഉള്ളൊരു ലൈൻ വരച്ചു. ഓക്കെ, 50 ലെങ്ത് ഉള്ള ലൈൻ. അപ്പോൾ എനിക്കിതാണ്ട് ഈ കറക്റ്റായിട്ട് ഈ ഒരു ലൈനിൻ്റെ എൻ പോയിന്റ്സിൽ ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ അതിലെ കറക്റ്റായിട്ട് ഈ ഒരു ലൈനിന് ഡയമീറ്റർ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് എനിക്ക് സർക്കിൾ വേണ്ടതെന്ന് വെച്ചോ. അപ്പം നമുക്ക് ഈ സർക്കിളിനെ ഈ ലൈനിനകത്ത് നിൽക്കുന്ന രീതിയിൽ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ സി എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. എന്നിട്ട് ഇതാണ്ട് ഈ കർസർ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്നാപ്പ് പോയിന്റ്സ് ഓൺ ആക്കാൻ വേണ്ടി DS എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ രണ്ട് സാധനങ്ങൾ, അതായത് ഒബ്ജക്റ്റ് സ്നാപ്പും ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് എന്നുള്ള ഈ രണ്ടെണ്ണം ഓൺ ആക്കി ഇടുക. അതുപോലെ തന്നെ ഈ ഫുൾ ഓപ്ഷൻസും ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ഇട്ടേക്കും. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എന്നുള്ള പ്ലേലിസ്റ്റിനകത്ത് ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ള ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം ഓൺ ആക്കി കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു സർക്കിൾ വരയ്ക്കാനാണല്ലോ, അപ്പോൾ കമാൻഡ് എന്നുള്ളത് സി എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനി എനിക്ക് ഈ ലെങ്തിനെ ഡയമീറ്റർ ആയിട്ട് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് ഈ ലൈനിന്റെ സെന്റർ പോയിന്റിലാണ് സർക്കിളിന്റെ സെന്ററും കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ സി എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. എന്നിട്ട് കർസറിനെ ഇതിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ലൈനിന്റെ സെന്റർ എവിടെയാണോ വരാൻ സാധ്യതയുള്ള അവിടെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ലൈനിന്റെ മിഡ് പോയിന്റ് അതിലൊരു ട്രയാങ്കിൾ ആയിട്ടാണ് നോട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഇപ്പൊ എൻ പോയിന്റ് ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ എൻ പോയിന്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ എൻ പോയിന്റ് എന്ന് കാണിക്കും. അപ്പൊ ഈ ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളെ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എന്നുള്ളതിൽ പോയിട്ട് ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ളതിനകത്ത് ആ ഓപ്ഷൻസ് എല്ലാം ഓൺ ആക്കി കൊടുത്തത്. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് സർക്കിളിന്റെ സെന്റർ ഇവിടാണ് വരേണ്ടത്. അപ്പൊ ഞാൻ സെന്റർ പോയിന്റ് ആയിട്ട് അവിടെ കാണിച്ചു കൊടുത്തു. ഇനി അടുത്തത് അവർ ചോദിക്കുന്നത് സ്പെസിഫൈ റേഡിയസ് എന്നുള്ളത്. ഒന്നിൽ നമുക്ക് റേഡിയസ് 50 എന്നുള്ളത് നേരിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം വരുന്നത് ഈ രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ശരിക്കും വേണ്ടത് റേഡിയസ് 50 അല്ലായിരുന്നു, റേഡിയസ് 25, ഡയമീറ്റർ 50 വരേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ റേഡിയസ് എന്നുള്ളത് 25 എന്ന് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റേഡിയസ് 25 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഡയമീറ്റർ എന്ന് പറയുന്നത് 50 ആയിരിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് ഡയമീറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഡയമീറ്റർ 50 എന്ന് കിട്ടും. അതുപോലെ റേഡിയസ് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ റേഡിയസ് വാല്യൂ കിട്ടുന്നത് 25 എന്നും ആയിരിക്കും. ഓക്കെ, ഇതൊരു മെത്തേഡ്. ഇപ്പൊ ഞാനിപ്പോൾ ഈ ഒരു ലൈനെ ഒന്നുകൂടെ കോപ്പി ചെയ്തെടുക്കുകയാണ്. കോപ്പി ചെയ്യാനുള്ള കമാൻഡ് CO ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. എന്നിട്ട് ഇതിനെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നിയിൽ ആ സെന്റർ പോയിന്റ് കാണിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഈ സർക്കിളിന്റെ റേഡിയസ് പറഞ്ഞു കൊടുത്തു വരയ്ക്കാം. അതല്ലെങ്കിൽ സി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. നമ്മൾ ഈ സെന്റർ പോയിന്റ് കറക്റ്റ് ലൈനിന്റെ മിഡ് പോയിന്റിൽ കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഈ സർക്കിളിനെ ഇങ്ങനെ വെളിയിലോട്ട് എടുത്തിട്ട് ഈ ഒരു എൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്താലും സെയിം രീതിയിൽ തന്നെ ആ ലൈനിന്റെ ടോട്ടൽ ലെങ്ത് ഡയമീറ്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും അല്ല, ഇപ്പൊ നമുക്ക് ഈ ലൈനും കാര്യങ്ങളൊന്നും അറിയത്തില്ല, ആകെ അറിയാവുന്ന ഒരു സെന്റർ പോയിന്റ് ആണെങ്കിലാണ് സി ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. നമ്മൾ സെന്റർ എടുത്തിട്ട് ഡിസ്റ്റൻസ് ഈ പറഞ്ഞ റേഡിയസ് വാല്യൂ 25 എന്ന് കൊടുത്ത് നമുക്ക് നോർമലി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതിന്റെ കൂട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല, എനിക്കിപ്പോ ഞാൻ ഈ ലൈനെ ഒന്നും കൂടി ഇങ്ങോട്ട് കോപ്പി ചെയ്തിടുവാണ്. എനിക്കൊരു സർക്കിൾ വേണം. ആ സർക്കിള് അതിന്റെ സെന്റർ ആയിട്ട് എനിക്ക് കിട്ടേണ്ടത് ഈ പോയിന്റ് ആണെന്ന് വെച്ചു, ഈ പോയിന്റ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. സർക്കിളിന്റെ സെന്റർ ആയിട്ട് ഈ പോയിന്റ് കാണിച്ചു കൊടുക്കുക. ഇവിടുന്ന് എനിക്കൊരു 50 റേഡിയസ് ഉള്ള സർക്കിൾ ആണ് വേണ്ടതെങ്കിൽ 50 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആ ലൈൻ ഏത് പോയിന്റ് ആണോ സെന്റർ ആയിട്ട് വേണ്ടത് ആ പോയിന്റ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് റേഡിയസ് എത്ര ആണോ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മളൊരു കോമ്പസ് ഉപയോഗിച്ച് ഇപ്പൊ ഈ ലൈനിന്റെ എൻ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ആയിട്ട് എടുത്തത്. അപ്പൊ കോമ്പസിന്റെ ആ ഒരു പോയിന്റ് ഈ ലൈനിന്റെ എൻഡിലും റേഡിയസ് എന്നുള്ളത് നമ്മൾ സ്കെയിലിലൊക്കെ 50 എന്നൊക്കെ പറഞ്ഞെടുക്കുമല്ലോ. അപ്പം ആ ഒരു ലെങ്ത് എടുത്തിട്ട് വരയ്ക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പം AutoCAD ഇവിടെ കാണിച്ചത്. അപ്പോൾ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് ആകുമ്പോൾ ചെറിയ ലെങ്ത് ഒക്കെ ആയിരിക്കും. AutoCAD-ലാണെങ്കിൽ നമുക്ക് എത്ര വാല്യൂ ആണോ വേണ്ടത് അത് ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്ത് കൊടുത്താൽ അത്രയും റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമുക്ക് അവിടെ വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു രീതി നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ജസ്റ്റ് ആ സെന്റർ പോയിന്റ് കാണിച്ചു കൊടുക്കുക, പിന്നെ റേഡിയസ് എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ അനുസരിച്ചുള്ള ഒരു സർക്കിൾ ആയിരിക്കും അവിടെ കിട്ടുന്നത്.
ഇനി അടുത്തൊരു മെത്തേഡാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ലൈൻ വീണ്ടും ഒരു 50 ലെങ്ത് ഉള്ളൊരു സർക്കിൾ വരച്ചു. ഓക്കെ. ഇനി എനിക്ക് ഈ സർക്കിളിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇപ്പം സർക്കിൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് സെന്റർ എവിടെയാണെന്ന് അറിയാമെങ്കിൽ, ഇപ്പം ഇവിടെ സെന്ററും നമുക്ക് റേഡിയസ് വാല്യൂ അറിയാമെങ്കിൽ ഈ റേഡിയസ് എൻ്റർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ വരച്ചെടുക്കാം. അതേ സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് ഇവിടെ ഇൻ കേസ് ഈ ഒരു ലൈനിന്റെ ലെങ്ത് അറിയത്തില്ലെന്ന് വെച്ചു, അറിയത്തില്ല, പകരം നമുക്ക് രണ്ട് എൻ പോയിന്റുകൾ അറിയാം. അതായത് ഈ പോയിന്റ്, ഈ എൻ പോയിന്റും ഈ എൻ പോയിന്റിനും ഇടയിലാണ് സർക്കിൾ വരേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കണമെങ്കിലാണ് അടുത്ത മെത്തേഡ്, അതായത് 2 പോയിന്റ് എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് വരുന്നത്. ഓക്കെ. അതായത് ഇതിൽ നമ്മൾ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ പറഞ്ഞ് സ്പെസിഫൈ ചെയ്താൽ മതി. ആ പോയിന്റുകളുടെ അകത്തൂടെ ആയിരിക്കും സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ സർക്കിൾ എന്നുള്ളതിന്റെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് 2 പോയിന്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അപ്പൊ ഇവിടെ ആദ്യം അവർ പറയുന്നത് സ്പെസിഫൈ, ഇത് നേരത്തെ കേസാണ്, സ്പെസിഫൈ ഫസ്റ്റ് എൻ പോയിന്റ് ഓഫ് സർക്കിൾസ് ഡയമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സർക്കിളിന്റെ ഡയമീറ്ററിന്റെ ഫസ്റ്റ് എൻ പോയിന്റ്. അപ്പൊ ഞാനിപ്പോ ഈ ലൈനിന്റെ ഈ ഒരു പോയിന്റ് എന്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തു. ഇനി അടുത്തത് ഈ ലൈനിന്റെ ഈ എൻ പോയിന്റിനെ ഞാനിപ്പോ സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ഈ രണ്ട് എൻ പോയിന്റുകൾ കൂടെ പോകുന്ന സർക്കിൾ ആയിട്ടായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിപ്പോ ലൈൻ ഉണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ലൈൻ വേണമെന്നില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് 2 പോയിന്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഫസ്റ്റ് ഒരു പോയിന്റ് കാണിച്ചു കൊടുക്കുക, സെക്കൻഡ് എവിടെയാണോ നമുക്ക് വേണ്ടത് ആ പോയിന്റ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഒരു ജോയിൻ ചെയ്തായിരിക്കും നമുക്ക് ഇവിടെ സർക്കിൾ കിട്ടുന്നത്. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു രണ്ട് ലൈൻ ഇങ്ങനെ അടക്കുക. അപ്പൊ നമ്മൾ അടുത്ത് പറഞ്ഞേക്കുവാണ് ഈ രണ്ട് പോയിന്റുകളിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കണമെന്ന്. അപ്പൊ ആ കേസ്, അങ്ങനെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സർക്കിളിന്റെ സെന്റർ എവിടെയാണെന്ന് കറക്റ്റ് അറിയാൻ വയ്യ. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് വേണം ഈ 2 പോയിന്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. 2 പോയിന്റ് എന്നുള്ള എടുത്തു, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇതും സെക്കൻഡ് പോയിന്റ് ആയിട്ട് ദാണ്ട് ഇതും കൊടുത്തു. അപ്പൊ ആ രണ്ട് പോയിന്റുകൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരച്ചെടുക്കാൻ പറ്റും. ഇത് ഇപ്പൊ നമ്മൾ റിബണിൽ നിന്ന് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് വരച്ചതാണ്. ഇപ്പൊ ഇതിന് പകരം ഇപ്പം കമാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ സി എന്ന് ടൈപ്പ് ചെയ്യാൻ എൻ്റർ അടിക്കുക. അപ്പൊ അതാണ്ട് ഇവിടെ ആദ്യം സ്പെസിഫൈ സെന്റർ പോയിന്റ് ഓഫ് സർക്കിൾ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് സെന്റർ അറിയത്തില്ല, അപ്പൊ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഓർ എന്നുള്ള ഓപ്ഷൻ, ഓർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2p എന്ന് കിടപ്പുണ്ട്, 2p. അപ്പൊ ഈ 2p എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടതിന്റെ കൂട്ട് സ്പെസിഫൈ ഫസ്റ്റ് എൻ പോയിന്റ് ഓഫ് സർക്കിൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എൻ പോയിന്റ് കൊടുത്തു. അടുത്തത് അവർ ചോദിക്കും സ്പെസിഫൈ സെക്കൻഡ് എൻ പോയിന്റ് എന്നുള്ളത്. നമുക്ക് സെക്കൻഡ് എൻ പോയിന്റ് എവിടെയാണോ വേണ്ടത് ആ സെക്കൻഡ് പോയിന്റ് കാണിച്ചു കൊടുക്കുക. അപ്പൊ ആ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്ത് നമുക്കിവിടെ 2 പോയിന്റ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ. ഇതാണ് 2 പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതല്ല, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ രണ്ട് പോയിന്റുകളുടെ കേസാണ് പറഞ്ഞത്. ഇനി അതല്ല, എനിക്കിപ്പോ 3 പോയിന്റുകൾ ജോയിൻ ചെയ്ത് സർക്കിൾ വരയ്ക്കണമെങ്കിലാണ് ഈ പറഞ്ഞ 3 പോയിന്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് വരുന്നത്. ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് 3 പോയിന്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം, അതല്ലെങ്കിൽ സി ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇവിടെ 3p എന്ന് പറഞ്ഞു, ഇതാണ്ട് ഈ താഴെ കമാൻഡ് പ്രോംപ്റ്റിൽ 3p എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പൊ 3p എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പൊ അവർ ആദ്യം ചോദിക്കും സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ഓഫ് സർക്കിൾ എന്ന്. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ദാണ്ട് ഈ പോയിന്റ് ആണ് വേണ്ടെങ്കിൽ ഞാനത് ഫസ്റ്റ് പോയിന്റ് കൊടുത്തു. അടുത്ത അവർ ചോദിക്കും സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഞാനിപ്പോൾ ഇത് കൊടുത്തു. തേർഡ് പോയിന്റ് ആയിട്ട് ഈ പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ അത് ആ 3 പോയിന്റിൽ കൂടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സർക്കിൾ ഇവിടെ കിട്ടും. ഇവിടെ ഇപ്പം കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ പോയിന്റുകൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് നിൽക്കുന്ന രീതിയിൽ വന്നേക്കുന്നത്. അതേ സ്ഥാനത്ത് ഇപ്പൊ ഞാൻ ഇപ്പൊ എടുക്കുന്ന പോയിന്റ്, ഇപ്പൊ സി ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു, 3p എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ ഈ പോയിന്റും ഈ ലൈനിന്റെ ഈ ഒരു എൻ പോയിന്റും ഇതുമാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് നിൽക്കത്തില്ല, പകരം ആ 3 പോയിന്റുകളിൽ കൂടെ പോകുന്ന രീതിയിൽ സർക്കിൾ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഓക്കെ. നമുക്കിപ്പോ അവിടെ ജസ്റ്റ് ഇപ്പൊ ലൈൻ വരച്ചിട്ട് ഇത് വരയ്ക്കാൻ പറ്റത്തുള്ളൊന്നുമില്ല. സി ടൈപ്പ് ചെയ്തു, നമ്മൾ 3p എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഈ സ്ക്രീനിൽ ഏതെങ്കിലും 3 പോയിന്റുകൾ ക്ലിക്ക് ചെയ്താൽ ആ ക്ലിക്ക് ചെയ്യുന്ന 3 പോയിന്റുകൾ ജോയിൻ ചെയ്തായിരിക്കും നമുക്കിവിടെ സർക്കിൾ ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോകളിലും ഈ വീഡിയോയിലായിട്ട് മെയിൻ ആയിട്ട് ഈ 4 പോയിന്റുകളെ പറ്റിയാണ് പറഞ്ഞത്, 4 മെത്തേഡുകളെ പറ്റി. സെന്റർ റേഡിയസ് എന്നുള്ളതാണെങ്കിൽ സെന്റർ പോയിന്റും റേഡിയസും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് സെന്റർ റേഡിയസ് എന്നുള്ളതാണെങ്കിൽ ആദ്യം സെന്റർ എടുത്തു, സെന്റർ പോയിന്റ് കൊടുത്ത്, റേഡിയസ് ഇപ്പോൾ ഒരു 50 ആണെങ്കിൽ 50 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ഇപ്പൊ 50 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ. അടുത്ത മെത്തേഡ് ആയിരുന്നു സെന്റർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ സെന്റർ ഡയമീറ്റർ എന്നുള്ള എടുത്തു, ഒരു സെന്റർ പോയിന്റ് കാണിച്ചു കൊടുത്തു, എന്നിട്ട് ഡയമീറ്റർ, എനിക്കിപ്പോൾ ഒരു 100 ഡയമീറ്റർ ഉള്ളതാണ് വേണ്ടത്, ഡയമീറ്റർ വാല്യൂ 100 എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്നത് ഡയമീറ്റർ എന്ന് പറയുന്നത് 100 ഡയമീറ്റർ ഉള്ള സർക്കിൾ ആയിരിക്കും.
ഇതിന്റെ തന്നെ ഇപ്പൊ റേഡിയസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കിട്ടുന്നത് 50 ആയിരിക്കും. കാരണം റേഡിയസ് എന്ന് പറയുന്നത് എപ്പോഴും ഡയമീറ്ററിന്റെ പകുതിയായിട്ടുള്ളതായിരിക്കും. അടുത്ത മെത്തേഡാണ് 2 പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ 2 പോയിന്റ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുത്തു. എന്നിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ആ ക്ലിക്ക് ചെയ്ത രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്തായിരിക്കും ഇവിടെ സർക്കിൾ വന്നത്. അപ്പൊ നമ്മളിവിടെ റേഡിയസ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ റേഡിയസ് എത്രയാണോ വരാൻ സാധ്യതയുള്ള ആ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇതിന്റെ യൂസ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സിമ്പൽ പോലത്തെ സാധനങ്ങളൊക്കെ വരയ്ക്കണം. ഇപ്പം ഒരു 2 ലൈൻ എടുത്തു, ഇങ്ങനെ ലൈൻ കിടക്കും. ഇതിന്റെ ഇടയിൽ നമുക്ക് സർക്കിൾ വരയ്ക്കണം. അതിന്റെ ഡയമീറ്ററോ അല്ലെങ്കിൽ റേഡിയസോ ഒന്നും അറിയത്തില്ല, പകരം രണ്ട് എൻ പോയിന്റുകൾ അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ 2P എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇതും സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഇതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊക്കെ എന്തെങ്കിലും സിമ്പലോ കാര്യങ്ങളൊക്കെ വരയ്ക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പിന്നെ റേഡിയസ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ റേഡിയസ് എത്ര ആണെന്നുള്ളത് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ മെത്തേഡാണ് 3 പോയിന്റ് മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ലൈൻ എടുത്തു, ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ ഇത് എടുത്തു, സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഇത് എടുത്തു, തേർഡ് പോയിന്റ് ആയിട്ട് ഇതും എടുത്തെന്ന് വെച്ചു. അപ്പൊ ഈ 3 പോയിന്റുകൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ 3 പോയിന്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്. അപ്പൊ ആ 3 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഈ പറഞ്ഞ 3 പോയിന്റ് എന്നുള്ള മെത്തേഡിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.